സ്വർണം വാങ്ങിക്കൊണ്ട് തരാൻ തീരുമാനിക്കുമ്പോൾ സർപ്രൈസ് ആയിരുന്നോ? അല്ലല്ല, കൊണ്ടുപോയി. കൊണ്ടുപോയി. അപ്പൊ ആ പൈസ കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? സ്വർണം വാങ്ങി തരും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, അതിൽ ഞാൻ പൈസ കിട്ടിയാൽ 7.5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയത്. 3 ലക്ഷം കൊണ്ട് ഞാൻ രാവിലെ ഇറങ്ങി പലിശക്കാർക്ക് കൊടുക്കാൻ. അതെല്ലാം കൊടുത്തിട്ട് നിസാന 900 രൂപ അങ്ങനെ ഒരു സംതിങ് പൈസ മാത്രം എൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. എല്ലാ പലിശക്കും മേടിച്ചെടുത്തും കൊടുത്ത് തീർത്ത്. അല്ലെങ്കിൽ പിന്നെ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളിപ്പുണ്ടാവും, ആ വഴി പോയി അവിടെ ആളിപ്പുണ്ടാവും. പിന്നെ ഞാൻ സ്റ്റേജിൽ താടി പൊട്ടിച്ചിട്ടുണ്ടെന്ന പോലെ തന്നെ പുറത്തും താടിയൊക്കെ ഒട്ടിച്ച് നടക്കേണ്ടി വരും. അത് ആദ്യം കൊടുത്ത് തീർത്ത് സമാധാനമായി. പിന്നെ ആണ് ഞങ്ങൾ സ്വർണം മേടിച്ചതും ബാക്കിയുള്ള 4 ലക്ഷം 4.5 ലക്ഷം രൂപക്കാണ്. അപ്പോൾ കാറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുകയും അങ്ങനെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് നമുക്കായിട്ടൊരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഭയങ്കര സുഖം തോന്നി. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ അവന് കാറ് മേടിക്കുന്നോ, ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതല്ല. ഞങ്ങൾ വീട്ടുകാരാണ്. ഇപ്പം എൻ്റെ വീട്ടുകാരാണെങ്കിലും ഇയാളുടെ വീട്ടുകാരാണെങ്കിലും ഒരിക്കലും ഞാൻ ഈ ഒരു ലെവലിൽ വരും എന്ന് ഓർത്തില്ല. എൻ്റെ സ്വഭാവം വെച്ചിട്ടാണ് അവരെന്നെ വഴക്ക് പറഞ്ഞൊക്കെ എൻ്റെ കയ്യിരിപ്പുണ്ടാ. അപ്പോൾ ഇവിടുത്തെ അമ്മയാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും കാറ് മേടിക്കുന്നു, അങ്ങനെ അതൊക്കെ മേടിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കാറ് മേടിക്കലും ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റങ്ങൾ വന്നത് നമ്മൾ അതുകൊണ്ടാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഇപ്പോൾ സുചേട്ടനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്. അതിനുശേഷം മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ തമ്മിൽ ഒരു പരസ്പരം ഒരു കണക്ഷൻ ഉണ്ടാവും. എല്ലാവരും തമ്മിൽ പരസ്പരം ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ. ചിലപ്പോഴൊക്കെ സ്റ്റേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്ത് കവർ ചെയ്യുക, സഹായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. ആ ഒരു സൗഹൃദമൊക്കെ ഇപ്പോഴും അത് തുടർന്നു പോകുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു രസമുണ്ടല്ലോ. അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ വർക്കിനെയൊക്കെ എൻഹാൻസ് ചെയ്യുന്നില്ല, വർക്ക് കിട്ടാനും ഒക്കെ അതൊരു സഹായവും കൂടെ ആവില്ലേ? വർക്ക് കിട്ടാൻ്റെ കാര്യം മാത്രമല്ല ചേട്ടാ, നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് പിരിഞ്ഞു പോയ ആൾക്കാർ, ഗിന്നസിൽ കളിച്ച് പിരിഞ്ഞു അങ്ങനെ പിരിഞ്ഞു പോയ എല്ലാ ആൾക്കാരുണ്ടല്ലോ. ചില മൂമെന്റിൽ നമ്മളെല്ലാവരും കൂടി കാണൂലേ, അപ്പൊ നമ്മളൊന്ന് ഹഗ് ചെയ്താലുണ്ടല്ലോ അത് നമുക്ക് അന്നത്തെ ആ ഒരു സുഖം കിട്ടും. അത്രയും വർഷം 10-15 വർഷം മുമ്പ് ഒന്നിച്ച് കളിച്ചപ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കില്ലേ, ആ ഒരു സുഖം, ആ ഒരു മനസ്സോടുകൂടിയാണ് വന്നത് എല്ലാവരും വന്നത്. അത് തന്നെ, പട്ടിണി കിടന്നവരും കൂടെയാണ്. ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊതിച്ചോറ് മേടിച്ച് തിന്നവരും കൂടെ ആയിരിക്കും എല്ലാം. അതൊരു പ്രത്യേക സുഖം. ഞാനാണെങ്കിൽ ഇതിപ്പം നമ്മുടെ മീറ്റിംഗ് നടക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ലൊക്കേഷനിൽ വെച്ചിട്ട് ഇന്ന ആർട്ടിസ്റ്റും കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സന്തോഷം വേറെ നമ്മുടെ കൂടെ ഉള്ളവർ. അതിപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട പഴയ ആർട്ടിസ്റ്റുകളെല്ലാവരും. ഇപ്പോഴത്തെ പിള്ളേരെങ്ങനെയാണെന്ന് അറിയില്ല. അതൊരു പ്രത്യേക സന്തോഷമോ എല്ലാവരും കൂടി കാണുമ്പോൾ. ഈ സൂചിച്ചേട്ടൻ വിട്ടു പോകുന്ന സമയത്ത് ഓവർകം ചെയ്യാന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു, ഇപ്പോൾ അതൊക്കെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാൽ മനസ്സിനെ പഠിപ്പിച്ചിരുന്നത്, ഈ ഒരു വിയോഗത്തെ നമ്മൾ എങ്ങനെയായിരുന്നു ആക്സെപ്റ്റ് ചെയ്തിരുന്നത്? ഞങ്ങൾ കറക്റ്റ് പറഞ്ഞാൽ ഞങ്ങൾക്കന്നൊരു ഭയങ്കര ബാഡായിട്ടുള്ള ദിവസമായിരുന്നു. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിലായിരുന്നു IVF കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ അന്ന് ചെക്ക് ചെയ്യാൻ പോകുമായിരുന്നു. അന്ന് റിസൾട്ട് അറിയുന്ന ദിവസമാണ് ശ്രുതി മരിച്ചെന്ന്. അപ്പം ഞാനിങ്ങനെ രാവിലെ ഞാൻ ലൊക്കേഷൻ നിൽക്കുമ്പോൾ അറിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ പയ്യനോട് എടാ എച്ചുകൊണ്ട് പറയരുതിട്ടാന്ന് പറഞ്ഞു. കാരണം സൂചിച്ചിട്ട് ഇവരങ്ങനെ ഒരു ഇതിൽ എച്ചുകൊണ്ട് പറയരുതിട്ടാന്ന് പറഞ്ഞു. കാരണം ഈ ഒരു ഇതിൽ ആ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഞാനും വണ്ടിയിലിരിക്കണത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇതെടുത്തിട്ട് ഈ ഫോട്ടോ എടുത്തിട്ട് അപ്പം അറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അത് അന്ന് നെഗറ്റീവായി. ഇത് നെഗറ്റീവായതുള്ള സങ്കടമില്ല. എത്രയും നാൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യണതാണ്. പക്ഷേ എൻ്റെ അടുത്ത് വിളിച്ച് കരഞ്ഞു പറഞ്ഞത് സുധീയുടെ കാര്യമോ. പക്ഷേ അപ്പോഴും ഞാൻ ആ റിസൾട്ടിൻ്റെ കാര്യം ചോദിക്കുന്നില്ല. അതൊക്കെ മറന്നു. നമ്മൾ ഇത്രയും വർഷം 14 ദിവസം കട്ടിലയിൽ അനങ്ങാതെ കിടന്നിട്ട് റിസൾട്ട് കേൾക്കാൻ പോയ ദിവസമോ. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾക്ക് ആ വേർപാട് സുധീയുടെ വേർപാടാണ്. ഞങ്ങൾക്കിത് അത്ര പ്രശ്നമില്ലായിരുന്നു. കാരണം അവൻ അത്ര നല്ല മനുഷ്യനായിരുന്നു. സ്നേഹം മാത്രമുള്ള ഒരാളായിരുന്നു. മക്കളെ എന്നല്ലാണ്ട് വിളിക്കില്ല, ലക്ഷ്മിയൊക്കെ മക്കളെന്ന് വിളിക്കുള്ളൂ, എല്ലാവരും മക്കളെന്ന് വിളിക്കുള്ളൂ. അവന് സ്നേഹം മാത്രമുള്ള ഒരുത്തനാണ്. വഴക്കിടില്ല, ഒരാളും വഴക്കിടില്ല, ഒരാളെ ചീത്ത പറയില്ല, ഒരാളുടെ കുറ്റം പറയില്ല. അതൊക്കെ അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അപ്പം അത് വലിയ നഷ്ടം തന്നെ. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അതല്ലല്ലോ. നമുക്ക് ആ സ്നേഹം എപ്പോഴും നിലനിൽക്കണം. അതിന് മുന്നേ ഇപ്പം അവൻ എൻ്റെ വീട്ടിൽ കോട്ടയത്തേക്ക് പോകുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഇറങ്ങിയിട്ട് എൻ്റെ തറവാട്ടിൽ കയറും, എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോകും, ഒരു ഫാമിലിയായിട്ട് സ്തുതി. ഞാൻ വേണമെന്നില്ല, അവിടെ എല്ലായിടത്തും കയറിയിട്ടേ പോവുള്ളൂ. അവരുടെ ക്വാളിറ്റി അതൊക്കെ. ഈ സിനിമയിൽ 10 എത്തുമ്പോഴാണ് മമ്മൂക്കായിട്ട് അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അവിടെ വരെയൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ പലപ്പോഴും നമുക്കിത് കയറി വരുന്നത് വേറൊരു അർത്ഥത്തിലാണ്. മിമിക്രി ആർട്ടിസ്റ്റായിട്ട് തന്നെ കയറി വരും, സിനിമാ നടനായിട്ട് അംഗീകരിക്കാൻ തന്നെ കുറേ സമയമെടുക്കും. പക്ഷെ അങ്ങനെയൊക്കെ ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെയൊക്കെ നിന്ന് അഭിനയിക്കുന്ന സമയത്ത് തോന്നുന്ന ഒരു പ്രൗഡില്ലേ? എങ്ങനെയാണ് ആ സിനിമ കണ്ടപ്പോൾ അനുഭവം പറയും? സാറിനെ കാണുന്നത് തോപ്പിൽ ജോപ്പിന്റെ
അല്ലേ ആ ഷൂട്ടിൽ വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് മുന്നേ പത്തേമാരി അതിന് മുന്നേ ചെയ്തതാണ്. അതിന് മുന്നേ ഫസ്റ്റ് ചെയ്ത. അപ്പൊ അതില് ഞാൻ കണ്ടിട്ടില്ല. എന്നോട് വന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടുകൂടിയേ പറഞ്ഞത്. നമുക്ക് എന്നോട് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അപ്പൊ നമുക്ക് ഇപ്പൊ സത്യം പറഞ്ഞ ഇപ്പൊ താങ്കളെ കണ്ടപ്പോഴുള്ള ആ ഒരു അതിശയം ഞാൻ ആള് ശ്രദ്ധിച്ചില്ലാന്ന്. ഞാൻ ഡോറ് തുറന്നു വന്നപ്പോഴേക്കും ആളെ കണ്ടപ്പോ ആയും വിളിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു. അതേപോലെ ആയിരുന്നു മമ്മൂക്കയെ കണ്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും വന്ന് ഭയങ്കര എന്തെന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. താങ്കളെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണല്ലോ. മമ്മൂക്കായിട്ട് എന്നെ കമ്പയർ ചെയ്തല്ല ഒരിക്കലും കമ്പയർ ചെയ്തേ. നമ്മൾ ഒരിക്കലും ഒരാൾക്ക് പകരാവില്ല. അപ്പൊ വന്ന് പറഞ്ഞപ്പോ ആ ഒരു ഇതിലാ വന്ന് പറഞ്ഞത് അങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടിരുന്ന് എനിക്ക് ഒരുപാട് സന്തോഷവും അങ്ങനെ ആയിരുന്നല്ലേ എന്നുള്ളത്. പിന്നെ നേരിട്ട് ആളെ കണ്ടു കഴിഞ്ഞപ്പോ എന്നോടൊക്കെ ഭയങ്കര രസമായിട്ട് സംസാരിച്ച. ആ നല്ല രസമായിട്ട് സംസാരിച്ചു. എന്റെ അത് ചുമ്മാ എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ എന്നെ കണ്ടപ്പോഴേക്കും സാജുവിനോട് ഇങ്ങനെ നോക്കിയിട്ട് ആ ഫോട്ടോ എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. എന്നെ കളിയാക്കി ഫോട്ടോ എടുക്കണം അന്ന് എന്തോ എല്ലാരും പറഞ്ഞു ഇന്ന് ഭയങ്കര സന്തോഷമുള്ള മമ്മൂക്ക സെറ്റിൽ ഭയങ്കര ഹാപ്പി ആണല്ലോ എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങള് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് ചെന്നപ്പോഴേക്കും ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് കണ്ണ് കണ്ടുവിടായിരുന്നോടി. എന്നോട് ചോദിച്ചു നിനക്ക് ഇവനോ ചേട്ടായിനോട് പറയാം നിനക്ക് മിക്കവാറും എന്താണ് ബാലപീഡനത്തിന് കേസ്. അന്ന് ഞാൻ ചേട്ടാ ഇങ്ങനെ നല്ല ഹൈറ്റും വണ്ണമൊക്കെ ഉണ്ടല്ലോ. ഞാൻ നന്നേ മെലിഞ്ഞിട്ടായിരുന്നു. ഫോട്ടോ വെച്ചിട്ട് വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. കാണുമ്പോ ചിലപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് കളിയാക്കിയായിരുന്നു. അപ്പൊ ആ ഫോട്ടോ ഞാൻ ആ ഫോട്ടോ എന്റെ ഇടയ്ക്ക് കിട്ടിയായിരുന്നു. ഇത് ഫോട്ടോ എടുത്തത് ഞങ്ങള് നിന്നുണ്ട്. ഇത് ചോദിച്ചത് അപ്പുറത്തേക്ക് പറയണ് ഒരു ബാലപീഡനത്തിന് കേസെടുത്തത്. അത് കറക്റ്റായിട്ട് അവരെടുത്തിട്ട് അയച്ചത്. മൂന്നും കിട്ടി. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടപ്പോ ഞങ്ങൾ രണ്ടുകൂടി ചിരിക്കുകയെ. ഞാനൊരു ഫോട്ടോ അയച്ചു ഞങ്ങളുടെ ഫോട്ടോ അന്ന് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയല്ലേ? അടിപൊളി. അന്ന് ഇത് ഇറങ്ങുന്ന സമയത്ത് ഈ ട്രോൾ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ മുമ്പ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ബെഹ്റ സാറ് ഏതൊന്നും കൂടി എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഇതേപോലെ നിൽക്കുമ്പോഴത്തേക്കാണ് കുറെ ട്രോളുകൾ. അപ്പൊ എനിക്ക് എടുത്തിട്ട് തന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും നോക്കിയപ്പോ എന്റെ അമ്മ ബെഹ്റിയ. എന്റെ അമ്മ ഇതേ ഫേസ് അമ്മ. പിന്നെ അമ്മയൊക്കെ കറക്റ്റാണ്. പിന്നെ സുരാപ്പിക്ക് ഏകദേശം കട്ടുണ്ട്. പിന്നെ ഏറ്റവും അനിയത്തി. രണ്ട് ബെഹ്റയും രണ്ട് ബെഹ്റയുണ്ട് ഞങ്ങളുടെ വീട്ടില്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു ഒരു സ്ഥലത്തോട് ഞാൻ പോവാ. അപ്പൊ എന്നോട് ചോദിച്ചു ചേട്ടാ മറ്റേ പുള്ളിനെ പോലെ ഇരിക്കണം. ഞാൻ പറഞ്ഞു ഏത് പുള്ളി? മറ്റേ പോലീസുകാരൻ. അപ്പൊ എനിക്കും മനസ്സിലായി. ഞാൻ എന്നിട്ട് ഏത് പോലീസുകാരൻ? മറ്റേ ലോകനാഥ് പറവ. ഞങ്ങൾ രണ്ടുപേരും കൂടി സാറിന്റെ കൂടെ നിർത്തി ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് വൈഫിനെ. സാറിന് എന്നെ അറിയാം. ഞാൻ സാറിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അതിനകത്ത് ശ്രീകണ്ഠൻ സാറ് പറഞ്ഞാൽ അതിനത് ഭയങ്കര പ്രശ്നമൊക്കെ ആയി ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി വിളിച്ചേക്കണമെന്ന്. പക്ഷെ ഞങ്ങൾ നോർമൽ ടോക്കായിരുന്നു. പക്ഷെ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് സമയം ഫ്രീ ടൈമിൽ സാർ എന്നോട് സംസാരിച്ചു. അതിൽ നിന്ന് പുള്ളി എന്താണെന്ന് മനസ്സിലായി. കാരണം നല്ലൊരു മനുഷ്യനാണ്. ഭയങ്കര കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പം അതൊക്കെ അന്നേരം എനിക്ക് മനസ്സിലായി. പിന്നെ അതൊരു ഭാഗ്യമായി. പിന്നെ പല സ്ഥലത്തും വെച്ച് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡ്യൂപ്പാണ് സാറ്, അല്ലാണ്ട് സാറിൻ്റെ ഡ്യൂപ്പ് ചെയ്യാനല്ല. കാരണം ഞാനല്ല ആദ്യം വന്നത്. അതല്ല ഞാൻ ഈ ഏരിയയിൽ നമ്മളാണ് പിന്നെ ഫേമസ്.